ഷിംജിത മുസ്തഫ കണ്ടന്റ് ക്രിയേറ്ററാണ്, മോട്ടിവേറ്ററാണ്, സൈക്കോളജിസ്റ്റാണ്. പിന്നെ ലീഗിന്റെ ജനപ്രതിനിധിയായിരുന്നു, ലീഗിന്റെ സജീവ പ്രവർത്തകയാണ്. പക്ഷേ ഷിംജിത വിചാരിച്ചതുപോലെ അവരുടെ കണ്ടന്റുകൾക്ക് റീച്ച് ലഭിച്ചിരുന്നില്ല. അവരുടെ കണ്ടന്റുകൾക്ക് താഴെ ആളുകൾ പരിഹാസ ചിരിയുമായി രംഗത്തെത്തി. പരിഹസിച്ചു പറഞ്ഞു, ഇതിലും ഭേദം നിങ്ങൾ ഏതെങ്കിലും പുരുഷന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് ആ പുരുഷനെതിരെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ റീച്ച് കിട്ടുമെന്ന് വരെ വിമർശനമുണ്ടായി. ഷിംജിത ഇതൊക്കെ മനസ്സിൽ കരുതിക്കൂട്ടിയിരുന്നു. ഷിംജിതയ്ക്ക് കാറുണ്ട്, സ്കൂട്ടറുണ്ട്, സ്വന്തം ഇൻസ്റ്റ അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട്. ഇതിലൂടെ അവരിങ്ങനെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. കൈലാസയാത്രയെ കുറിച്ചിടുന്നു, ദുബായ് വിശേഷങ്ങൾ പറയുന്നു, ഇപ്പോഴത്തെ പ്രവാസികൾ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നു. ഇതൊക്കെ വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഷിംജിതയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ ലോക്ക്ഡ് ആണ്. അത് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്, നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. ഇത് ഷിംജിത കേസിൽ ആദ്യം തന്നെ ഇതിട്ടപ്പോൾ തന്നെ ഷിംജിതയെ കുറിച്ച് ആളുകൾ പരതി നോക്കുകയും അവരുടെ പോസ്റ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ പുറത്തു വരുന്നത്. ഈ ദീപക് എന്ന യുവാവിനെ, ചെറുപ്പക്കാരനെ ഷിംജിത മനഃപൂർവ്വം അറ്റാക്ക് ചെയ്യുകയാണ്, പ്രകോപിപ്പിക്കാൻ നോക്കുകയാണ് എന്ന് ആ വീഡിയോ ദൃശ്യം കാണുമ്പോഴറിയാം. ഈ വീഡിയോ അവലോകനം നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകും. ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, അത് കണ്ടു നോക്കൂ. വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ. ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഇത് ഞാനിനി എടുത്ത് പറയേണ്ട ആവശ്യം പോലുമില്ല. ആ ദൃശ്യങ്ങൾ എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നല്ല തിരക്കുള്ള ഒരു ബസ്, ആ ബസിന്റെ മുൻഭാഗത്ത് നിൽക്കുന്ന ദീപക് എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ബസ് ആടിയും ഉലയുമല്ല. റോഡിൽ പോകുമ്പോൾ വിമാനം പോലെയല്ല, വിമാനങ്ങൾ പോലും എയർ ഗട്ടറിലൊക്കെ വീഴാറുണ്ട്. ഇത് വണ്ടി ഗട്ടറിൽ വീഴുമ്പോൾ ആടും, വളയുമ്പോൾ ആടും. അങ്ങനെ ആളുകൾ ആടുമ്പോൾ പരസ്പരം ദേഹത്തൊക്കെ തട്ടുന്നതും മുട്ടുന്നതും ഒക്കെ സ്വാഭാവികമാണ്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പോലും മനുഷ്യനെന്ന നിലയിൽ പറഞ്ഞത് അങ്ങനെയാണ്. ഗണേഷ് കുമാറിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം അറിയുന്നു പോലുമില്ല. ദീപക് എന്ന ചെറുപ്പക്കാരൻ അറിയുന്നു പോലുമില്ല. ഇടയ്ക്കെപ്പോഴോ തിരിഞ്ഞു നോക്കുന്നുണ്ട്. തന്റെ ശരീരത്തിൽ ആരോ തൊട്ടു എന്ന് പറഞ്ഞ് ദീപക് ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അതുപോലും അദ്ദേഹം സ്വാഭാവികമായി നോക്കി പോകുന്നുണ്ട്. തന്റെ ദേഹത്ത് ആരോ സ്പർശിച്ചല്ലോ എന്ന് തോന്നുന്നതാണ്. അത് ഒരുപക്ഷെ എങ്കിൽ തന്റെ ശരീരം ഏതെങ്കിലും സ്ത്രീയുടെ ദേഹത്ത് കൊണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം നോക്കുന്നത്. പക്ഷേ അദ്ദേഹം ബാഗ് എടുത്ത് ഉയർത്തി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ എടുക്കുമ്പോൾ കൈമുട്ട പുറകേക്ക് പോകും. അത്രയും തിരക്കുള്ള ബസ്സാണ്. അപ്പോൾ ഈ സ്ത്രീ ചെയ്യുന്നത് അവരുടെ മാറിടം അയാളുടെ കൈമുട്ടിൽ കൊള്ളാൻ വേണ്ടി പാകപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്, അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അത് ക്യാമറ ഓണാക്കി വെച്ച് ഷൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് തട്ടിയില്ല. ക്രിക്കറ്റില് ബാറ്റിൽ ബോൾ തട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മള് സ്ക്രീൻ തേർഡ് അമ്പയറിനൊക്കെ കൊടുക്കുമല്ലോ. അതുപോലെ തട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ചിരിച്ച എനിക്ക് ആവശ്യമുള്ളത് കിട്ടി എന്ന ആത്മസംതൃപ്തിയോടെ ഇറങ്ങിപ്പോവുകയാണ് ഷിംജിത. ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ ഇവർ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് വാർഡംഗമൊക്കെ ആയിരുന്നല്ലോ, അവർ കുറച്ചുകൂടി പക്വത വേണമായിരുന്നു, അവധാനത വേണമായിരുന്നു. അവർക്കറിയാം നിയമവശങ്ങൾ. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ, ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായാൽ സാധാരണ സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത്? അവർ കൃത്യമായും പോലീസിനെ ഇൻഫോം ചെയ്യും, അല്ലെങ്കിൽ ബസ്സിലെ ജീവനക്കാരോട് വിളിച്ചു പറയും, അല്ലെങ്കിൽ അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കും. ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ അവർ കൃത്യമായി അത് അപ്ലോഡ് ചെയ്യുകയും അതിന് വിശദീകരണം കൊടുക്കുകയും ചെയ്തു. ആ വീഡിയോയും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാകും. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല. ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ റിയാക്ഷനും ഇതിന്റെ റെസ്പോൺസ് ഒക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളെക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ, അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും, സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇങ്ങനെ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ആണ് ഇവർ ഈ ക്രൈം ചെയ്തിരിക്കുന്നത് എന്ന് സ്പഷ്ടമാണ്. അതിലൂടെ നഷ്ടമായത് ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ജീവനാണ്, ഒരു വീടിന്റെ ആശ്രയമാണ്. അവിടെയാണ് സമൂഹം ഉണർന്ന് ചിന്തിച്ചതും ഇപ്പോൾ ഷിംജിത അകത്ത് കിടക്കുന്നത്. ഈ ഷിംജിതയെ സംരക്ഷിച്ചത് ലീഗ് ആണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഷിംജിതയ്ക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് ലീഗിന്റെ പ്രാദേശിക നേതൃത്വമായിരുന്നു. ലീഗിന്റെ മുതിർന്ന നേതാക്കളൊന്നും അറിഞ്ഞിരിക്കാൻ വഴിയില്ല. പക്ഷെ പ്രാദേശിക നേതാക്കളുടെ സഹായം ഷിംജിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഒളിവിൽ പോകാൻ പറ്റിയത്. പിന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ കഴിഞ്ഞത്. ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടില്ല. അറസ്റ്റ് നടന്നു കഴിഞ്ഞപ്പോൾ
വീണ്ടും കോടതിയെ സമീപിക്കാൻ പോകുന്നു. അവിടൊക്കെ പ്രാദേശിക നേതൃത്വത്തിന്റെ സഹായം ഷിംജിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഷിംജിത കോടീശ്വരിയാണ്. ദുബായിലൊക്കെ ജോലിയുണ്ടോ, ഏത് ജോലിയാണ് ചെയ്യുന്നത് എന്നൊന്നും വ്യക്തമല്ല. അതൊക്കെ ഇനി അവർ പുറത്തു പറഞ്ഞാലേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ദുബായിൽ അവർ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവർക്ക് കാറുണ്ട്, 2 വീലറുണ്ട്. അവരങ്ങനെയാണ് സാധാരണ സഞ്ചരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ സെലിബ്രിറ്റി ആവുക എന്ന ഒരു ത്വര, അവരുടെ ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഒരു പാവം മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന് ആ പാവം മനുഷ്യനും അദ്ദേഹത്തിന്റെ ആത്മാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീതി ലഭിക്കുമെന്ന് നമുക്ക് ഉറച്ച് പ്രതീക്ഷിക്കാം.